ഏറ്റുമാനൂർ ചന്ത നൗഷാദിന്റെ മീൻകട. ഞാനും മക്കളും കൂടെ നൗഷാദിന്റെ മീൻകടയിലോട്ട് കയറുവാണ്. നെയ്മീൻ ഇരിക്കുന്നുണ്ട്. 1 കിലോ നെയ്മീൻ നൗഷാദെ. അതെ സാറേ, നെയ്മീന് ഇച്ചിരിയൊക്കെ ഫ്രഷ് അല്ല സാറേ. ഇന്നലെ വൈകുന്നേരം ഇന്ന് രാവിലെ വന്ന് ഫ്രഷ് ആയിട്ടുള്ള ചൂര എടുത്തു സാറേ. അതാ നല്ലത്. എന്നാ ശരി നൗഷാദെ, ഫ്രഷ് ആയിട്ടുള്ള തന്നെ എനിക്ക് തന്നാൽ മതി സാറേ. പിള്ളേർക്ക് തോട്ടുമീൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 2 കിലോ തോട്ടുമീൻ എടുത്തേക്കട്ടെ. എടുത്തോ നൗഷാദെ. റെക്കമെൻഡ് അഗെയിൻസ്റ്റ് ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ, ഒരു ബിസിനസ് ഓണർ എന്ന രീതിയിൽ, ഒരു പ്രൊഡക്റ്റോ സർവീസോ ഉള്ള ഒരാളെന്ന രീതിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ സെയിൽസ് പീപ്പിളിന് ഇത് തന്നെ പോയി ഇംപ്ലിമെന്റ് ചെയ്യാനൊന്നും അറിയില്ല. നിങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ല, നിങ്ങൾ അവരുടെ സെയിൽസ് ടീമിനെ, ടീം മാനേജറെ നിങ്ങൾ ട്രെയിൻ ചെയ്ത്, ആളെ കൊണ്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കണം. റെക്കമെൻഡ് അഗെയിൻസ്റ്റ്. നൗഷാദ് തിരിച്ചു വന്നാൽ, നൗഷാദ് 300 രൂപയുടെ നെയ്മീനാണ്. എനിക്ക് വിൽക്കാൻ പറ്റുമായിരുന്നു. 300 രൂപ കിട്ടിയാൽ അതിന് വരെ 200 രൂപയുടെ ചൂര എനിക്ക് വിറ്റു. 200 രൂപ നൗഷാദിന് കിട്ടി. 2 കിലോ തോട്ടുമീൻ 50 രൂപ വെച്ച് 100 രൂപ കിട്ടി. നൗഷാദിന്റെ റവന്യൂ സെയിം തന്നെയാണ്. 300 രൂപയാണ്. പക്ഷെ നൗഷാദ് എന്നെ മൊത്തമായിട്ട് വിലയ്ക്ക് വാങ്ങി. ഞാൻ നൗഷാദിന്റെ ലൈഫ് ടൈം കസ്റ്റമറായി മാറി. എന്തുകൊണ്ട്? സത്യസന്ധമായിട്ട് ആക്ട് ചെയ്തുകൊണ്ട്. ഇതിനെയാണ് ഓണസ്റ്റ് റെക്കമെൻഡ് അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതകരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ, ലോകത്തിലുള്ള മജോറിറ്റി ഓഫ് ടെക്നോളജി കമ്പനികൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടാകണമെന്നില്ല. അല്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ബൾബ് ക്ലിക്ക് ആകുന്നത്. അല്ല, ബൾബ് ക്ലിക്ക് ആവുമല്ലോ, ബൾബ് തെളിഞ്ഞു വരുന്നത്, ഈ ഐഡിയ ക്ലിക്ക് ആകുന്നത്. കാരണം നെറ്റ്ഫ്ലിക്സ് എടുത്ത് നോക്കിയോ, 3 പ്രൈസ് മോഡലാണ്. അവർക്കൊരു ഹയസ്റ്റ് പ്രൈസ് ഉണ്ട്, ഒരു മീഡിയം പ്രൈസ് ഉണ്ട്, ഒരു ലോവസ്റ്റ് പ്രൈസ് ഉണ്ട്. അവരെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഏതാണ്? മിഡിൽ പ്രൈസ് ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവർ റെക്കമെൻഡ് അഗെയിൻസ്റ്റ് ചെയ്യുവാണ് ഹയസ്റ്റ് പ്രൈസിന്. നമുക്ക് വനില ഐസ്ക്രീം ഉണ്ട്, $25 കല്യാണത്തിന് യൂസ് ചെയ്യാനായിട്ടാണ്. $25 10 പേരുടെ പാക്കറ്റിന്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ട്, അതിന് $15. ഓക്കെ. പിന്നെ ചോക്ലേറ്റ് ആൻഡ് വനില ഐസ്ക്രീം ഉണ്ട്, അതിന് $8. ഞാൻ $25 വനില ഐസ്ക്രീം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചോക്ലേറ്റ് ഐസ്ക്രീം $15, അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ പറയാൻ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് $10 സേവ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, മോസ്റ്റ് ഓഫ് ദ ടൈം ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. അതുകൊണ്ട് നിങ്ങൾ ചോക്ലേറ്റ് എടുത്താൽ മതി. എത്ര കേസാണ് നിങ്ങൾക്ക് വേണ്ടേ? ഇതാണ് ആ സെയിൽസ് പിച്ച്. നൗഷാദ് ചെയ്ത സിറ്റുവേഷൻ. നിങ്ങളെ സംബന്ധിച്ചോളം നെയ്മീൻ എടുക്കേണ്ട കാര്യമില്ല, ചൂര എടുത്താൽ മതി. ചൂര എടുത്ത ആളെ അപ്സലൂടെ ചെയ്യാൻ പറ്റി നൗഷാദിന്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 3 പ്രൈസ് മോഡൽ ഉണ്ടാക്കുക. എസ്പെഷ്യലി നിങ്ങളൊരു സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് അൾട്രാ പ്രീമിയം പാക്കേജ് ഒരെണ്ണം ഉണ്ടാക്കുക. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ഒരു മീഡിയം പ്രൈസിങ് വെക്കുക. ആ പ്രൈസിങ് വളരെ കമ്പല്ലിംഗ് ആയിട്ടുള്ള പ്രൈസിങ് ആയിരിക്കണം. ആൾക്കാർക്ക് ശരിക്കും ഫീൽ ചെയ്യണം സിഗ്നിഫിക്കൻറ്റ് വാല്യൂ എടുക്കാനായിട്ട്. അതിൻ്റെ താഴെയുള്ള ഓപ്ഷൻ ഒരു പക്ഷെ തൊട്ട് താഴെ തന്നെ ആകാം. 15 8 ഞാൻ പറഞ്ഞത്, 13 വനില ആൻഡ് ചോക്ലേറ്റ്. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി അവരെ സംബന്ധിച്ചോളം 15 എടുക്കാനായിട്ട് തോന്നും. ഇങ്ങനെ നിങ്ങൾ പ്രൈസ് പൊസിഷൻ ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്ട്രക്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ, 3 പ്രൈസ് മോഡൽ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻസ്റ്റൻ്റ്ലി, എൻ്റെ ക്ലയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇൻസ്റ്റൻ്റ്ലി ലക്ഷക്കണക്കിന് രൂപ ഈ മോഡൽ യൂസ് ചെയ്ത് ലോ മാർജിനുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റുകളെ വരെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക.